Hi friends, I am Jasmin. Welcome back to our channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു DIY ഡ്രീം ക്യാച്ചർ ആണ്. ഒരു ട്രീ ഷേപ്പിലുള്ള ഡ്രീം ക്യാച്ചർ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഒരു ഡ്രീം ക്യാച്ചർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രീം ക്യാച്ചർ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഒരു സ്റ്റീൽ റിംഗ് ആണ്. ഡ്രീം ക്യാച്ചർ റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാം. പിന്നെ വേണ്ടത് ചണമാണ്. ഞാൻ രണ്ട് തരത്തിലുള്ള ചണം എടുത്തിട്ടുണ്ട്, ഒന്ന് കട്ടിയുള്ളതും ഒന്ന് കട്ടി കുറഞ്ഞതും. പിന്നെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കത്രികയും. ആദ്യം വേണ്ടത് ഈ സ്റ്റീൽ റിങ്ങിലേക്ക് ഈ ചണം ചുറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഞാൻ കട്ടിയുള്ള ചണമാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്കിത് ഫിനിഷ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ചണം ചുറ്റിയെടുക്കണം. സ്റ്റീൽ റിംഗ് മുഴുവനായിട്ട് ചണം ചുറ്റിയെടുത്തിരിക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം കെട്ടിക്കൊടുക്കാനായിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തരത്തിലുള്ള ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഇനി കട്ടി കുറഞ്ഞ ചണം ഒരു 14 പീസ് ഏകദേശം 1 മീറ്റർ നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കണം. കറക്റ്റ് 1 മീറ്റർ തന്നെ വേണമെന്നില്ല. നമുക്ക് ഈ ഡ്രീം ക്യാച്ചറിൻ്റെ അകത്ത് വെച്ച് അളവ് നോക്കി മുറിക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ട്രീ ചെയ്യാൻ പാകത്തിന് ലെങ്ത് ഇട്ടിട്ട് വേണം മുറിക്കാനായിട്ട്. ഒരു 14 പീസ് മുറിച്ചെടുക്കണം. ഇപ്പോൾ 14 എണ്ണവും നമ്മൾ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇത് ഓരോന്നായിട്ട് ഈ റിങ്ങിലേക്ക് കെട്ടിക്കൊടുക്കണം. ആദ്യത്തെ കെട്ടേണ്ടത് ആദ്യം നമ്മൾ ഈ ചണം ചുറ്റുമ്പം ഫസ്റ്റ് നോട്ടിട്ട ഭാഗത്തായിട്ട് വേണം ആദ്യത്തെ ചണം കെട്ടിക്കൊടുക്കേണ്ടത്. അതുപോലെ 14 എണ്ണം നമുക്ക് ഓരോ ഇഞ്ച് ഡിഫറൻസിൽ ഹാഫ് സർക്കിളായിട്ട് കെട്ടിക്കൊടുക്കണം. ഈ ഹാഫ് സർക്കിൾ വരത്തക്ക രീതിയിലായിരിക്കണം ചണം കെട്ടിയെടുക്കേണ്ടത്. ഓരോ ഇഞ്ച് ഡിഫറൻസിൽ ഈ 14 എണ്ണവും കെട്ടിയെടുക്കണം. ഇപ്പോൾ 14 എണ്ണവും ഒരു ഹാഫ് സർക്കിളായിട്ട് നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുത്ത് കൊരുത്തു കൊടുക്കണം. അപ്പോൾ ആദ്യം കെട്ടിയ ചരടിൽ നിന്നും ഒരു സ്ട്രിങ് മാറ്റിയിട്ട് അതിനകത്തു നിന്നുള്ള ബാക്കി ഒരു സ്ട്രിങ്ങും അടുത്ത രണ്ടാമത്തെ നോട്ടിൽ നിന്നുള്ള ഒരു സ്ട്രിങ്ങും കൂടെ എടുത്തിട്ട് വേണം മുത്ത് കൊരുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓരോ നോട്ടിൽ നിന്നും ഓരോ സ്ട്രിങ് വീതം എടുത്തിട്ട് മുത്ത് കൊരുത്തു കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ ഇതുപോലെ തന്നെ 3 എണ്ണം നമുക്ക് ബാലൻസ് വരും. ലാസ്റ്റത്തെ സ്ട്രിങ്ങിൽ നിന്ന് ഒരു സ്ട്രിങ് മാറ്റിയിട്ട് അതിൽ നിന്ന് ഒരെണ്ണവും അതിന് മുമ്പത്തെ ഒരെണ്ണവുമായിട്ട് മുത്ത് കൊരുത്തെടുക്കണം. അപ്പോൾ ആദ്യവും അവസാനവും ഓരോ നോട്ടിൽ നിന്നും ഓരോ സ്ട്രിങ് വീതം നമുക്ക് ബാലൻസ് കിട്ടും. ഇനി ആദ്യം നമ്മൾ ഒഴിവാക്കിയ ചരടും അതേ നോട്ടിൽ തന്നെയുള്ള അടുത്ത ചരടും കൂടെ ചേർത്തിട്ട് മുത്ത് കൊരുക്കണം. അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള 13 എണ്ണവും ഒരേ നോട്ടിലുള്ള 2 ചരട് വീതം മുത്ത് കൊരുത്തെടുക്കണം. ഇപ്പം നമ്മൾ 2 സെറ്റ് മുത്ത് കൊരുത്തെടുത്തിരിക്കുകയാണ്. അപ്പം ഈ ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു സെറ്റും കൂടെ ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ നോട്ടിൽ നിന്നും ഒരു ചരട് ഒഴിവാക്കിയിട്ട് ആ നോട്ടിൽ തന്നെയുള്ള ഒരു ചരടും അടുത്ത നോട്ടിൽ നിന്നുള്ള ഒരു ചരടും കൂടെ മുത്ത് കോർത്തെടുക്കണം. അതുപോലെ തന്നെ അടുത്തടുത്ത നോട്ടിൽ വരുന്ന ഓരോ ചരട് വീതം ഈ 14 എണ്ണവും കെട്ടിയെടുക്കണം. ഇപ്പൊ നമ്മൾ 3 സെറ്റ് മുത്തുകളും കൊരുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ നോട്ടിൽ നിന്നുള്ള 2 ചരടും രണ്ടാമത്തെയും മൂന്നാമത്തെയും നോട്ടിൽ നിന്നുള്ള 2 ചരട് വരും. അപ്പം ആദ്യം 2, രണ്ടാമത് വരുമ്പം 4 ചരട് വരും. രണ്ടാമത്തെയും മൂന്നാമത്തെയും നോട്ടിലുള്ള 4 ചരടും പിന്നെ മൂന്നാമത്തെയും നാലാമത്തെയും നോട്ടിലുള്ള ഓരോ ചരട് വീതവും പിന്നെ എടുക്കണം. നന്നായിട്ട് നമുക്ക് മെടഞ്ഞെടുക്കണം. അപ്പം മിഡിൽ ഭാഗത്ത് വരുന്ന ചരട് 4 എണ്ണം വരും. ലെഫ്റ്റും റൈറ്റും വരുമ്പോൾ ഈ 2 ചരട് വീതവും വരും. അത് നന്നായിട്ട് മുകളിൽ നിന്ന് ടൈറ്റ് ചെയ്തിട്ട് വേണം താഴേക്ക് പിന്നെ കൊടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂസായിട്ടിരിക്കും. നമുക്ക് ട്രീ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം.
ഇപ്പോൾ കെട്ടിയത് നമുക്ക് ഒരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് അടുത്തത് നമുക്ക് പിന്നിയെടുക്കണം. അതിന് നേരത്തെ നമ്മൾ നാലാമത്തേൽ നിന്നും ഒരെണ്ണമാണ് ആദ്യം ഉപയോഗിച്ചത്. അതിൻ്റെ ഒരു ചരടും പിന്നെ അടുത്തതിൽ നിന്നുള്ള ഒരു ചരടും എടുക്കണം. പിന്നെ അതിൻ്റെ മിഡിലുള്ള രണ്ടെണ്ണവും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള രണ്ടെണ്ണവും കൂടെ വെച്ചിട്ട് മൊത്തം 6 ചരട് വെച്ചിട്ട് പിന്നിയെടുക്കണം. അതും നന്നായിട്ട് മുകളിൽ നിന്ന് വലിച്ച് നല്ല ടൈറ്റ് ചെയ്ത് വേണം പിന്നി കൊടുക്കാനായിട്ട്. നമ്മൾ 2 സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത 2 സെറ്റും കൂടി ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി മൂന്നാമത്തത് ചെയ്യുമ്പോൾ രണ്ടാമത്തതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു ചരടും അതിൻ്റെ തൊട്ടടുത്ത നോട്ടിൽ നിന്നുള്ള അടുത്ത ചരടും കൂടെ ലെഫ്റ്റിൽ കെട്ടാൻ വേണ്ടി എടുക്കണം. അതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള 4 ചരട് അതിൻ്റെ മിഡിൽ ഭാഗത്തിന് വേണ്ടിയിട്ടും അത് കഴിഞ്ഞിട്ടുള്ള 2 ചരട്, അതാകുമ്പോൾ അപ്പുറത്തു നിന്നുള്ള ഒരു നോട്ടിൽ നിന്നും ഒരു ചരടും കൂടെ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2 എണ്ണം, മിഡിൽ സൈഡിൽ 4 എണ്ണം, റൈറ്റ് സൈഡിൽ 2 എണ്ണം അങ്ങനെ വെച്ചിട്ട് മെടഞ്ഞെടുക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് സെറ്റാണ് കെട്ടാനുള്ളത്. ഇത് നമ്മൾ ആദ്യത്തെ സെറ്റ് കെട്ടിയതുപോലെ തന്നെ 6 ചരടുകളാണ് വരുന്നത്. അത് ഈ 2 എണ്ണം വീതം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. ഇപ്പം നമ്മൾ 4 സെറ്റാണ് പിന്നെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മിഡിൽ ഭാഗത്തുള്ള 2 സെറ്റും കൂടി ഒരുമിച്ച് നമുക്ക് പിന്നെ എടുക്കണം. ഇവിടെ നമ്മൾ പിന്നുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം പിന്നാനായിട്ട്. നമ്മൾ ആ 2 പോർഷനും കൂടെ ഒരുമിച്ച് പിന്നെ എടുത്തിട്ട് ഒരു 6 പിന്നലിൻ്റെ താഴെ വെച്ച് വരുമ്പോഴേക്കും ലെഫ്റ്റിൽ നിന്നുള്ള സെറ്റും റൈറ്റിൽ നിന്നുള്ള സെറ്റും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് താഴേക്ക് ഒരുമിച്ച് പിന്നി കൊടുക്കണം. സെറ്റ് വീതം നമുക്ക് പിന്നെ എടുത്തിട്ട് താഴേക്ക് ഒരു 5 പിന്നലും കൂടെ ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ നൂലെടുത്ത് താഴേക്ക് നമ്മൾ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. താഴെ വരെ നമ്മൾ പിന്നെ എടുക്കത്തില്ല, ഒരു 5 പിന്നലൊക്കെ ആകുമ്പോൾ നിർത്തിയിട്ട് അത് അവിടുന്ന് നമ്മൾ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ നൂല് വീതം താഴത്തെ കമ്പിയിൽ നമ്മൾ കെട്ടിക്കൊടുക്കണം. ഇനി ഈ പിന്നലിൽ നിന്നുള്ള 3 പോർഷനിൽ നിന്നും ലെഫ്റ്റ് പോർഷനും റൈറ്റ് പോർഷനും എടുത്തിട്ട് 2 സൈഡിലേക്കും ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കണം. നമുക്ക് പിന്നെ അഴിക്കാനുള്ളതാണ്. ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റിലും റൈറ്റിലും വെച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നത്. എന്നിട്ട് ഈ മിഡിൽ പോർഷനാണ് ആദ്യം നമ്മൾ കെട്ടിയെടുക്കേണ്ടത്. ഇനി ഈ മിഡിൽ പോർഷനിൽ നിന്നാണ് ആദ്യം നമ്മൾ കെട്ടിക്കൊടുക്കേണ്ടത്. ഓരോ ചരടെടുത്തിട്ട് താഴേക്ക് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് ഇതുപോലെ കെട്ടിയെടുക്കണം. ഗ്യാപ്പില്ലാതെ അടുത്തടുത്തായിട്ട് ഓരോ നൂല് വീതം കെട്ടിക്കൊടുക്കണം. മിഡിൽ പോർഷൻ കഴിയുമ്പോൾ ആ ലെഫ്റ്റിലത്തെയും റൈറ്റിലത്തെയും പോർഷൻ ഓരോന്ന് വീതം അഴിച്ചിട്ട് ഓരോ നൂല് ഇതുപോലെ എടുത്ത് കെട്ടിക്കൊടുക്കണം. ഓരോ നൂല് കെട്ടുമ്പോഴും നമ്മൾ ടൈറ്റ് ചെയ്ത് താഴേക്ക് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം കെട്ടിയെടുക്കാനായിട്ട്. ഇടയ്ക്ക് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ കെട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണമെങ്കിൽ മാത്രമേ മുകളിലത്തുള്ള ട്രീ നന്നായിട്ട് വലിഞ്ഞു നിൽക്കത്തുള്ളൂ. ഇപ്പം നമ്മുടെ ട്രീ ഷേപ്പിലുള്ള ഡ്രീം ക്യാച്ചർ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ താഴേക്ക് കിടക്കുന്ന നൂലൊന്ന് സൈഡിൽ ചരിച്ചൊന്ന് വെട്ടി കൊടുക്കണം. ഇൻ കേസ് വെട്ടിയില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഹാങ് ചെയ്ത് കിടന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ 2 സൈഡിലായിട്ട് ഒന്ന് ചരിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പീസ് ചാണകവും കൂടെ എടുത്തിട്ട് ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാങ്ങിങ് കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയും ഡ്രീം ക്യാച്ചറും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിനു മുമ്പും ഒരു ഡ്രീം
ഡ്രീംകാച്ചർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.